പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്നും 58 ലക്ഷം പേരുകൾ നീക്കം ചെയ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തന്നെ നടത്തിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അത് SARനെ ചൊല്ലി ബംഗാളിലെ രാഷ്ട്രീയ കോലാഹലം രൂക്ഷമാകാൻ സാധ്യതയുള്ള സമയത്ത് തന്നെയാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പാർപ്പിച്ചത് അത് കൃത്യമായി തന്നെ കള്ളവോട്ടുകൾ ചെയ്തിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് 24 ലക്ഷം പേരുകൾ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും 19 ലക്ഷം പേരുടെ പേരുകളാകട്ടെ അവർ സ്ഥലം മാറിപ്പോയവരാകുകയും 12 ലക്ഷം പേരെ കാണാതായി എന്നും 1.3 ലക്ഷം പേരെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. 2002 അവസാനമായി തന്നെ ബംഗാളിൽ SAR നടപടി നടത്തിയത്. അതിനുശേഷം പിന്നീട് മമതയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനധികൃതമായി നുഴഞ്ഞു കയറിയവർക്ക് അവിടെ ഒരു ഇടം നൽകുകയും അവരുടെ വോട്ടർ പട്ടികയിൽ അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവരുടെ പക്ഷത്തേക്ക് മമതയുടെ പക്ഷത്തേക്ക് ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ മാറ്റുകയുമാണ് ചെയ്തത്. എന്നാൽ കേന്ദ്രത്തിന്റെ SAR പരിഷ്കരണത്തോടു കൂടി തന്നെ മമതയുടെ ചീട്ട് കീറിയിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. SAR പിൻവലിച്ചിട്ടില്ല എങ്കിൽ ഇന്ത്യയെ ചുട്ട് ചാമ്പലാക്കുമെന്ന ഭീഷണി വരെ മമത മുഴക്കി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഒടുവിൽ തന്നെ ഒന്നും ഫലം കാണാതെ വന്നതോടുകൂടി തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മമതയ്ക്ക് കൂടുതൽ സങ്കീർണമാകുമെന്നതിൽ സംശയമില്ല എന്നതാണ് അവിടെ പൊതുവിലയിരുത്തലായി പുറത്തു വരുന്നത്. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ മമതാ ബാനർജിയുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടുകയും ചെയ്യുമെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. അതോടുകൂടി തന്നെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആദ്യഘട്ടം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കരട് പട്ടികയിൽ നിന്ന് തെറ്റായി തന്നെ പേരുകൾ ഒഴിവാക്കപ്പെട്ടവർക്കിപ്പോൾ എതിർപ്പുകൾ ഉന്നയിക്കുവാനും തിരുത്തലുകൾ ആവശ്യപ്പെടുവാനും കഴിയുന്ന സാഹചര്യമാണ്. ഈ എതിർപ്പുകൾ പരിഹരിച്ചുകൊണ്ട് അതിനുശേഷം തന്നെ അടുത്ത വർഷം ഫെബ്രുവരിയിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം തന്നെ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നും സൂചനകൾ പുറത്തുവരുന്നു. തൃണമൂൽ MP-യായ സൗഗത റോയ് 58 ലക്ഷം പേരുകൾ ഇല്ലാതാക്കിയത് അനീതി എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബംഗാളിലെ നിയമപരമായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള BJPയുടെ ഗൂഢാലോചനയാണിതെന്നാണ് അവർ ആരോപിക്കുന്നതും. ഞങ്ങൾ വോട്ടർ സഹായ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ഫോമുകൾ സമർപ്പിക്കാൻ ഞങ്ങൾ അവരെ സഹായിക്കുമെന്നും പാർലമെന്റിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ബംഗാളിൽ SARനെതിരെയുള്ള രാഷ്ട്രീയ കോലാഹലം അത് രൂക്ഷമാകാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായ മമതാ ബാനർജി ഈ പ്രക്രിയയെ എതിർക്കുകയും തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ലക്ഷക്കണക്കിന് യോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ SARനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ കേന്ദ്രവും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രമിക്കുകയാണ് എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം ആദ്യം തന്നെ ബംഗാളിലെ കൃഷ്ണനഗറിൽ നടന്ന ഒരു റാലിയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്താൽ തെരുവിലിറങ്ങി തന്നെ അവിടെ വലിയ രീതിയിൽ അവിടെ കലാപം സൃഷ്ടിക്കാൻ മമതാ ബാനർജി ആകട്ടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. SARന്റെ പേരിൽ നിങ്ങൾ അമ്മമാരുടെയും സഹോദരിമാരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നതെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഡൽഹിയിൽ നിന്ന് പോലീസിനെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അമ്മമാരെയും സഹോദരിമാരെയും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ പേരുകൾ വോട്ടർ അവിടെ വെട്ടിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ അവരുടെ ഉപകരണങ്ങളായി മാറരുത് എന്നും പാചകം ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയില്ല എന്നുമാണ് മമത ചോദിച്ചത്. നിങ്ങളുടെ പേരുകൾ വെട്ടിക്കളഞ്ഞാൽ നിങ്ങളത് അവിടെ പാസ്സാക്കാൻ അനുവദിക്കുക ചെയ്യില്ല എന്നതാണ് മമത അവരോട് പറഞ്ഞത്. അതേപോലെ തന്നെ സ്ത്രീകൾ മുന്നിൽ നിന്ന് പോരാടണമെന്നും പുരുഷന്മാർ അവരുടെ പിന്നിലായിരിക്കുമെന്നുമാണ് മറ്റൊരു വിലയിരുത്തൽ. അതേപോലെ തന്നെ മറുവശത്താകട്ടെ മമതാ ബാനർജി SARനെതിരെയുള്ള ആക്രമണം അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടുന്ന അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നിരുന്നു. മരിച്ചവരുടെയും വ്യാജ വോട്ടർമാരുടെയും നിയമവിരുദ്ധ വോട്ടർമാരെ നീക്കം ചെയ്യുന്നതിനാൽ തന്നെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാകാം ഇത്തരത്തിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതെന്നായിരുന്നു വിലയിരുത്തൽ പുറത്തുവന്നത്. BJPയുമായി തൃണമൂലിന് 22 ലക്ഷം വോട്ടറുടെ വ്യത്യാസമേ ഉള്ളൂ. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാകട്ടെ സുവേന്ദു അധികാരി കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ജോലി സമ്മർദ്ദം മൂലം ബൂത്ത് ലെവൽ ഓഫീസർമാർ ആത്മഹത്യ ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് പാർട്ടി അന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തതും. അതേപോലെ തന്നെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ നിന്ന് മറ്റൊരു ആക്രമണത്തിന് കാരണമാകും എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.